റംസാൻ അവസാന പത്തിൽ നരകമോചനത്തിനായി പ്രാർത്ഥനകളോടെ ഇസ്ലാം മത വിശ്വാസികൾ. തിങ്കളാഴ്ചത്തെ റംസാൻ 27-നും പ്രതിഫലം കാത്ത് വിശ്വാസികൾ. ഇനിയുള്ള റംസാൻ മാസത്തിന്റെ നാളുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പുണ്യം ലഭിക്കുന്ന ദിനരാത്രങ്ങളുടേതാണ്. മാർച്ച് 16 തിങ്കളാഴ്ച പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിനം. റമസാൻ 27-ന്റെ രാവിൽ വിശ്വാസികൾ പള്ളികളിലും ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും നിസ്കാരവും നടത്തും. പതിവ് നിസ്കാരങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പുറമെയാണ് വിശ്വാസികൾ തിങ്കളാഴ്ച രാവിലെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയെന്ന് പള്ളി ഇമാമുമാർ വിശദീകരിച്ചു. പരിശുദ്ധമായ ഖുർആൻ വിശ്വാസ ലോകം നെഞ്ചിലേറ്റിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസം സമയം കൂടെയാണ് അവസാനത്തെ പത്തിലുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന് പറയും. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരൊറ്റ രാവ്. ആ രാവിനാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവെന്ന് പറയുക. അന്നാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് ഇറക്കിയത്. ആ പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദറിൽ ഒരാൾക്ക് പെടാൻ അവസരം ലഭിച്ചാൽ 1000 വർഷം അവൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്തതിന് തുല്യമായൊരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. ആ രാത്രി പെടാനാണ് എല്ലാ മുഅ്മിനീങ്ങളും ഒറ്റ രാവുകളിൽ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്നു. എന്നിട്ടോ അവർ ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു. അങ്ങനെ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് മുഴുവനും പ്രവർത്തിക്കാൻ സജ്ജരായി വിശ്വാസികൾ പള്ളിയിൽ നിരക്കുകയാണ് അവസാനത്തെ പള്ളി. അത് ലൈലത്തുൽ ഖദർ പെടാൻ. അങ്ങനെ പെട്ടാൽ അവന് സ്വർഗം സുനിശ്ചിതമാണ്. 1000 മാസം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അവസാനത്തെ 10 കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസാനത്തെ 10 ഒരുപക്ഷേ അടുത്ത കൊല്ലം നാം ഇവിടെ ഭൂമി ലോകത്ത് ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പില്ല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് റമദാൻ അനുഭവിക്കാനുള്ള ഭാഗ്യവും നൽകുമാറാവട്ടെ. റമസാനിലെ അവസാന 10 ദിനങ്ങൾ അതീവ പവിത്രമാണ്. ഇത് നരകമോചനത്തിന്റെയും ആത്മീയ ഉന്നതിയുടെയും സമമായി കണക്കാക്കപ്പെടുന്നു. ഈ രാവുകളിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നു. അതിനാൽ വിശ്വാസികൾ രാത്രി നമസ്കാരമായ റാവീഹ്, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ അഥവാ സക്കാത്ത് എന്നിവയ്ക്കായി കൂടുതൽ സമയവും ധനവും ദരിദ്രർക്കും നിരാലംബർക്കുമായി ചെലവഴിക്കുന്നു. കൂടാതെ മസ്ജിദുകളിൽ ഇത്തിഖാഫ് എന്ന ധ്യാനമിരിക്കാനും ഈ സമയം പ്രോത്സാഹിക്കപ്പെടുന്നതായി ഇമാം പറഞ്ഞു. ഹിജ്റ വർഷത്തിലെ റമസാനിലെ 30 ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ സമ്പൂർണ്ണമായും വെടിഞ്ഞ് പരിശുദ്ധനായ ഏകദൈവത്തിന്റെ അനുഗ്രഹം കാംക്ഷിച്ചാണ് വിശ്വാസികൾ ശവ്വാൽ മാസത്തിലെ ചെറിയ പെരുന്നാളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.